ഇപ്പം നമ്മൾ ഇത്രത്തോളം ബിസിനസ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് ഈ ഒരു ക്രൈറ്റീരിയ ആദ്യമായിട്ട് കേൾക്കാം. ഉമ്മ ഒരു അസാമാന്യ വനിത എന്ന് തന്നെ പറയാം. ചെയ്യണം അതിനെക്കൊണ്ട് എനിക്ക് ഒപ്പമാണ് അവർ. അതെനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് പറയേണ്ടി വരും. ഹായ്, വെൽക്കം ബാക്ക് ടു ദർശന ടി വി സഫലമി യാത്ര. ഇന്ന് ഞങ്ങളെത്തി നിൽക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദ് എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ പ്രശസ്തമായ അൽ സൈഫ് സ്പെയർ പാർട്സ് ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനം, അതിൻ്റെ സാരഥി ഇസുദ്ദീൻ അവരാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇസുദ്ദീൻ ഭായ്, നാട്ടിലെവിടെയാണ്? നാട്ടിലെ കൊല്ലം കുളത്തൂപ്പുഴ ചോഴിയക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഗ്രാമപ്രദേശം. അതെ. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണോ? അവിടെ തന്നെയാണ് ജനിച്ചതും എല്ലാം അവിടെ തന്നെ. പഠിച്ച് കോളേജ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇക്ബാൽ കോളേജ് പെരിങ്ങമല. അവിടെ നിന്ന് ഒരു 24 കിലോമീറ്റർ ഉണ്ട് കോളേജ് ജീവിതം. ഈ സൗദി അറേബ്യയിൽ എത്തുന്നത് എപ്പോഴാണ്? 1998. 98-ലാണ്. എങ്ങനെ നമ്മുടെ പിന്നെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നോ അതോ? അല്ല, അവിടെ ഞാൻ നാട്ടിലെ ഇലക്ട്രീഷ്യനായിട്ടൊക്കെ ജോലി ചെയ്തായിരുന്നു. അതെനിക്ക് ഇവിടെ എന്തായാലും ഇതിനകത്ത് ഒരു ഗുമ്മ കിട്ടിയിട്ടുണ്ട്. എന്തായാലും. എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? അവിടെ 24 വയസ്സായപ്പോഴും അവിടെ നിന്ന് ഒരു 2 വർഷം ജോലി. 2 വർഷം ഇലക്ട്രീഷ്യനും അങ്ങനെയൊക്കെയുള്ള ജോലിയായിട്ടൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും. ഈ സൗദി എങ്ങനെ, സൗദിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെ? അന്ന് എൻ്റെ ജ്യേഷ്ഠന്മാരെല്ലാം സൗദിയിലാണ്. ഞങ്ങൾ 12 പേരാണ് ഒരു വാപ്പയിലും 2 ഉമ്മായിലുള്ളത്. ഓക്കെ. ഇളയ ഉമ്മായിലുള്ളതാണ് ഞാനും എൻ്റെ അനുജനുണ്ട് ഹംസ. അതുകൂടെ വേറെ ഇതുപോലൊരു ബിസിനസ് സ്ഥാപനം നടത്തിയാണ്. പിന്നെ ഒരു പെങ്ങൾ, അങ്ങനെ 3 നമ്മളമ്മായിലുള്ളത്. ഉമ്മ ഇവിടെ ഉണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ബാക്കി 8 പേരും വേറൊരു ഉമ്മായിലുള്ളതാണ്. അങ്ങനെ നമ്മൾ 12 പേരാണ്. അവരുടെ നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ? അവർ നേരത്തെ ചേഷ്ടന്മാർ നേരത്തെ ഈ നെറ്റ് ബോൾട്ടിൻ്റെ കമ്പനി ഇല്ലേ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്, അതിൻ്റെ ഹെഡിൽ അവരൊക്കെ ആയിരുന്നു പണിഞ്ഞുകൊണ്ടിരുന്നത്. അവർ ആ കമ്പനിയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഓരോരുത്തർ ആ കമ്പനിയിൽ കൊണ്ടുവരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ സ്വന്തം ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്? അത് ഞാൻ കുറേ നാൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി തിരികെ വരാൻ നേരത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങിക്കൂടെ, നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഈ നട്ട് ബോൾട്ടിനെ പറ്റിയൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് സ്വന്തമായിട്ട് കൂടെ വന്നത്. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഏത് കസ്റ്റമർ വന്നാലും ഇന്ന സാധനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നതാണോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരാൾ വെച്ച് തുടങ്ങിയാണ്. ഞാനും വേറെ ആളും കൂടെ തുടങ്ങിയാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് 8 പേരായി. അടുത്തൊരു ബ്രാഞ്ചിലേക്ക് തുടങ്ങാനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ഒരു സെറ്റപ്പ് ആക്കാനുള്ള ഇതിൽ നിൽക്കുകയാണ്. ഇതിപ്പോൾ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? ഇത് ഞാൻ 12 വർഷമായി. 12 വർഷമായി നമ്മൾ ഈ അൽസൈഫ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ട് 12 വർഷമായി. 8 സ്റ്റാഫ് ഉണ്ട്. ഇപ്പോൾ 8 സ്റ്റാഫ് ഉണ്ട്. പിന്നെ മുസ്തഫയുണ്ട്. കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല. ഏതൊരു സ്ഥാപനത്തിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫാണ്. അവരുടെ സപ്പോർട്ട് അത് എത്രത്തോളം ഉണ്ട്? അത് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഏതാണ്ട് 12 വർഷം കഴിഞ്ഞ് കുറേ ആൾക്കാരാണ് ഇങ്ങനെ ആയത്. ഇപ്പോഴാണ് ഈ പെട്ടെന്നാണ് ഒരു 4-5 പേര് പെട്ടെന്നാണ് പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ അവരിൽ നിന്നാണ് നമുക്കിതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർക്കൊരു പെർസെൻറ്റേജ് ഓരോ ഇൻവോയ്സ് അടിക്കുമ്പോഴും പെർസെൻറ്റേജ് ലാഭം അവർക്കും കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇന്നുവരെയും കൊടുക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് നല്ല ആത്മാർത്ഥതയാണ്. ഇപ്പം നമ്മൾ ഇത്രത്തോളം ബിസിനസ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് ഈ ഒരു ക്രൈറ്റീരിയ ആദ്യമായിട്ട് കേൾക്കാൻ, ഇക്കാൻ്റെ ഈ ബിസിനസ് ലൈഫിൽ ഇക്കാൻ്റെ വൈഫിൻ്റെ സപ്പോർട്ട് അത് എത്രത്തോളം ഉണ്ട്? അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. കാരണം അവർക്കറിയാം ഞാൻ നല്ല ബിസിയാണെന്നറിയാം. വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോകുമ്പോഴാണ് എനിക്ക് കുറച്ച് ബിസിയൊക്കെ കുറച്ച് സമാധാനം. ഇവിടെ വരുമ്പോഴും അവർക്കറിയാം ഞാൻ ബിസിയാണ്. അതുകൊണ്ട് എനിക്ക് ഒപ്പമാണ് അവർ. അതെനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് പറയേണ്ടി വരും. എന്താണ് പേര് വൈഫിൻ്റെ? അവന് സബീന. എത്ര മക്കളേക്കൊക്കെ? എനിക്ക് 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികൾ. മൂത്ത മകള് ഇപ്പോൾ BCom കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ കോഡ് എന്ന് പറയുന്ന ഇത് ചെയ്യണത് ഓൺലൈനായിട്ട്. രണ്ടാമത്തോള് നാട്ടിൽ ഇവിടെ തന്നെ നാട്ടിൽ CAക്ക്. എന്ത് പേര് മൂത്തവളെ? അത് സോഫിയ. രണ്ടാമത്തോള് ആസിയ. അവള് CAക്ക് നാട്ടിൽ നിന്ന് ചെയ്യാം. CAക്ക് പഠിക്കുക. മൂന്നാമത്തെ 10ാം ക്ലാസ് കൂടെ തന്നെ. 10ാം ക്ലാസ്സിൽ തന്നെ. ഉമ്മയുടെ പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാ സക്സസിൻ്റെയും പിന്നിലുള്ള പ്രധാന ഒരു എന്താ പറയുന്ന ശക്തി എന്ന് പറയുന്നത്. ഉമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഉമ്മ ഒരു അസാമാന്യ വനിത എന്ന് തന്നെ പറയാം. ഇവർ ചായ കച്ചവടം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറവ് ചെന്നിട്ടുണ്ട് എൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മാക്ക് ഇപ്പോൾ നമ്മളെയൊക്കെ നല്ലോണം പഠിപ്പിക്കാനെല്ലാം ഭയങ്കര ആഗ്രഹമാണ്. 10 പൈസ നമ്മൾ അന്നൊക്കെ 10 പൈസയാണ് വണ്ടിക്ക് പോകുന്നത്. 10 പൈസ തരാൻ പോലും അവർക്ക് കഴിയാത്ത ചില സന്ദർഭങ്ങളുണ്ട്. വലിയ ഫാമിലി. അപ്പോഴവർ ആ 10 പൈസ ഉണ്ടാക്കിയതിന് നല്ല പാടുപെട്ട് തന്നെ ഉണ്ടാക്കിയ ആ ഒരു പാട് നമ്മളെല്ലാം മനസ്സിലുണ്ട്. അത് നമ്മൾ കളഞ്ഞിട്ടില്ല, കളയത്തുമില്ല.
ഇക്കപ്പോൾ വിക്കാൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മുടെ ദർശന ടി വിക്ക് സമയം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയൊരു അവസരത്തിൽ നമ്മൾ വീണ്ടും കാണും. താങ്ക് യു. വലൈക്കും അസ്സലാം.